കയ്യിലെ ചെറിയൊരു പോർഷൻ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലൂവും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളറിൻ്റെ ഏകദേശം കഴിഞ്ഞു. നമുക്ക് എഫക്റ്റിലേക്ക് പോവാം. എഫക്റ്റിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ടെക്സ്ചർ ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽ കൂടുതലുള്ള പോലെ തോന്നിക്കാനും കുറച്ച് ഷാർപ്പാക്കാനുമാണ്. അതുപോലെ തന്നെ ക്ലാരിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫക്ട്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡീറ്റെയിലിൻ്റെ പാനലിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോയിസ് റിഡക്ഷൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോയിസ് റിഡക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് പോകാണ്ട് നോക്കണം. അപ്പോൾ തന്നെ ഡീറ്റെയിൽസ് കുറച്ച് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഇതിനൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് എടുത്താണ്ട് മൊത്തത്തിലൊന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഫിലിം ഗെയിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കേർവ്സിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.